നമസ്കാരം, ഡെസേർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ദുബായിൽ അല്ലെങ്കിൽ GCC കൺട്രീസിൽ മിഡിൽ ക്ലാസ് ഫാമിലികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമായിട്ടാണ് ഏറ്റവും പുതിയ ടൊയോട്ട യാരിസ്. ഇപ്പോൾ GCC കൺട്രികളിലെല്ലാം പെട്രോളിൻ്റെ വിലയെല്ലാം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള ഒരു മോഡൽ കൂടെയാണ് ഈ യാരിസ് എന്നുള്ളത്. ഏകദേശം 20 കിലോമീറ്ററോളം മൈലേജ് ഉള്ളൊരു വാഹനമാണ്. കൂടാതെ ടൊയോട്ടയുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ, സർവീസ്, പിന്നെ ആ ഒരു വിശ്വസ്തത, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് ശരിക്കും നല്ലൊരു പാക്കേജായിട്ട് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് നല്ലൊരു പാക്കേജായിട്ട് വരുന്നൊരു വാഹനമാണ് ഈ യാരിസ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഏറ്റവും പുതിയ 2022 യാരിസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഡെസേർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യാരിസിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞാൽ അതിൻ്റെ ഡിസൈനെ കുറിച്ചിട്ടാണ്. ടൊയോട്ടയുടെ മറ്റ് വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റ് മോഡലുകളെ വെച്ച് നോക്കുമ്പോൾ അത്ര അധികം ഭംഗിയുള്ളൊരു മോഡലൊന്നും അല്ല യാരിസ്. എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഡിസൈനുള്ളൊരു മോഡലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ യാരിസിനെ ടൊയോട്ട അവതരിപ്പിച്ചിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള വിപണി കൈയടക്കാനായിട്ട് ഈ വാഹനത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനെ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം നേരെ മറിച്ചിട്ടാണ്. ഇവിടുത്തെ ഹോട്ട് കേക്കാണ് ശരിക്കും യാരിസ് എന്നുള്ളത്. ഏത് കണ്ടീഷനിലുള്ള വണ്ടിയാണെങ്കിലും പെട്ടെന്ന് വിറ്റ് പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെയധികം ഡിമാൻഡുള്ളൊരു മോഡലാണ് യാരിസ്, അതുപോലെ കൊറോള, അങ്ങനെയുള്ള വാഹനങ്ങൾക്ക്. അപ്പോൾ ശരിക്കും ഒരു മോശം കണ്ടീഷനിലുള്ള യാരിസ് ആണെങ്കിൽ പോലും വാങ്ങാൻ ആളുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം. യാരിസിൻ്റെ മുൻഭാഗത്ത് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കാണാവുന്നത് ഈ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ശരിക്കും ലെക്സസിൻ്റെ ആ ഒരു സ്പിൻഡിൽ ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻ എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതേ ഒരു ഷേപ്പിൽ തന്നെയാണ് ആ ഒരു പോർഷനെല്ലാം കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ഗ്രില്ല് കാണാം. അതേപോലെ തന്നെ എയർ ഡാം പോർഷനെല്ലാം നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. ബമ്പറിൻ്റെ താഴ്ഭാഗത്തായിട്ടും ആ ഒരു ചെറിയ ബ്ലാക്ക് എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ഫോഗ് ലാമ്പ് കൊടുത്തിട്ടില്ല, പകരം ബ്ലാക്ക് എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. അതും കാണാനായിട്ട് അത്യാവശ്യം ഭംഗിയുണ്ട്. പിന്നെ ഒരു ക്ലിയർ ലെൻസ് ഹെഡ് ലാമ്പാണ്. ഹാലജൻ യൂണിറ്റ് ആണ്. പ്രൊജക്ടർ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അതൊരു ബഡ്ജറ്റ് കാർ ആയതുകൊണ്ട് തന്നെ ഇതിൽ വരുന്നത് ഒരു ഹാലജൻ യൂണിറ്റ് ആണ്. അതുപോലെ നമുക്ക് ടൊയോട്ടയുടെ ആ ഒരു ലോഗോ നമുക്ക് മധ്യഭാഗത്തായിട്ട് കാണാം. പിന്നെ ഹുഡിലാണെന്നുണ്ടെങ്കിൽ 2 ബോഡി ലൈൻ കാണാം. അത് നേരെ ഈ ഒരു ലോഗോൻ്റെ താഴേക്ക് വരുന്ന പോലെ ഒരു വി പോലെയുള്ള ആകൃതിയിലാണ് ആ ഒരു ബോഡി ലൈൻ വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു വിൻഷീൽഡ് ഉണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് 14 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് കാണാവുന്നത്. ഇതിൽ അലോയ് വീലൊന്നും വരുന്നില്ല. വരുന്നത് ആകെയുള്ളത് സ്റ്റീൽ വീലാണ്. അത് 175/65 R14 എന്ന പ്രൊഫൈലുള്ള ആ ഒരു ടയറാണ് വരുന്നത്. അതേപോലെ ഫെൻഡറിലായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണാം. ORVMൽ ഇൻഡിക്കേറ്റർ ഒന്നും നൽകിയിട്ടില്ല. അതേപോലെ ടൊയോട്ടയുടെ മിക്ക വാഹനങ്ങളും നമ്മൾ കാണാറുള്ള ആ ഒരു എയറോഡൈനാമിക് ടച്ച് എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു ബൾജ് നമുക്കിവിടെ കാണാം. എയറോഡൈനാമിക് ബൾജ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. അതേപോലെ ചെറിയൊരു ബോഡി ലൈൻ നമുക്ക് ഡോറിൻ്റെ സൈഡിലൂടെ കാണാം. താഴെയായിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ചെറിയ ബോഡി ലൈൻ അങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ളൊരു ബി പില്ലറാണ്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പിൻ ആൻറ്റിന കാണാൻ സാധിക്കും. അതേപോലെ മുന്നിൽ ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ സ്വെപ്റ്റ് ബാക്ക് ഡിസൈനിലുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. അത് ഏകദേശം വാട്ടർ പാനലിൻ്റെ പകുതിയോളം കയറി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വെപ്റ്റ് ബാക്ക് ഡിസൈനുള്ള ടെയിൽ ലാമ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് കാണാം. അത് രണ്ടും നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും യാരിസ് എന്നൊരു ബാഡ്ജിങ് കൂടെ കാണാം. ടൊയോട്ടയുടെ ലോഗോ ഇവിടെ ഉണ്ട്. ആ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡീഫോക്കർ ലൈൻസ് എല്ലാം നമുക്ക് ഈ ഒരു വിൻഷീൽഡ് കാണാം. ഇവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ബമ്പറിൽ കൊടുത്തിരിക്കുന്ന കാണാം. 2 പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ ബമ്പറിൻ്റെ താഴ്ഭാഗത്തായിട്ട് റിഫ്ലക്ടറോട് കൂടിയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് യാരിസിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. വളരെ വലിയൊരു ബൂട്ട് ഏരിയ തന്നെ നമുക്ക് ടൊയോട്ട യാരിസിന് നൽകിയിട്ടുണ്ട്. ശരിക്കും ഒരു ഫാമിലി കാർ ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലിക്കുള്ള ലഗേജുകളെല്ലാം സുഖമായിട്ട് ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളെ പോലെ ഇവിടെ നമുക്കൊരു ഇൻസുലേഷൻ എല്ലാം കാണാൻ സാധിക്കും. ശരിക്കും ബേസ് മോഡൽ വാഹനങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വരാറില്ലാത്തതാണ്. പക്ഷേ ഈ വാഹനത്തിൽ അത് നൽകിയിട്ടുണ്ട്. അതെല്ലാം നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. നമ്മളിപ്പോൾ ഈ യാരിസിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു എഞ്ചിൻ റൂമാണ്. നമ്മൾ ആ ബൂട്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു ഇൻസുലേഷൻ എല്ലാം നമുക്ക്
ഈ ഹുഡിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം എന്നുള്ളത്. ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനുള്ള ഒരു മോഡലാണ്. അത്യാവശ്യം നീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ റൂം തന്നെയാണ്. ഇവിടെ ഡ്യുവൽ VVTi എന്നൊരു ബാഡ്ജിങ്ങും ടൊയോട്ടയുടെ ആ ഒരു ലോഗോയും നമുക്ക് കൊടുത്തിരിക്കുന്നതാണ്. ചെറിയൊരു എഞ്ചിൻ കവറും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് അറിയാനുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡോർ പാഡ് നോക്കാം. ഡോർ പാഡിൽ തന്നെ നമുക്ക് ഡ്യുവൽ ടോൺ ഫിനിഷ് കാണാം. ഒരു ബീജ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഈ വാഹനത്തിൻ്റെ ഫുൾ ഇൻറ്റീരിയറിന് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ഡോർ പാഡിലും കാണാൻ സാധിക്കും. ഡോർ പാഡിൽ സാധാരണ നമ്മൾ ടൊയോട്ടയുടെ വാഹനങ്ങൾ കാണുന്ന പോലെ അങ്ങനെ ഒരു സ്വിച്ച് പാഡ് ഇവിടെ കാണാം. പവർ വിൻഡോ സ്വിച്ചസ് എല്ലാം ഇവിടെ കാണാം. മിറർ കൺട്രോൾസ് ഉണ്ട്. അതുപോലെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ, പിന്നെ താഴ്ഭാഗത്തായിട്ടൊരു കപ്പ് ഹോൾഡർ, ചെറിയൊരു സ്റ്റോറേജ് ഏരിയ, ഒരു സ്പീക്കർ കൊടുത്തിരിക്കുന്നു. മൊത്തം ഈ വാഹനത്തിൽ 4 സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. 2 എണ്ണം നമുക്ക് ഫ്രണ്ട് ഡോറിൽ കാണാം, അതേപോലെ 2 എണ്ണം പിൻഭാഗത്തുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ ഞാനുള്ളത് ഈ യാരിസിൻ്റെ ഇൻറ്റീരിയറിലാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം വളരെ നീറ്റ് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡാണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ശരിക്കും ഇൻറ്റീരിയർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലൊക്കെ ആയതുകൊണ്ട് തന്നെ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ് യാരിസിനുള്ളത്. ആദ്യം തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു യുറീത്തീൻ സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ലിവർ നമുക്കിവിടെ കാണാം. പണ്ട് മുതലേ ടൊയോട്ടയുടെ വാഹനങ്ങളിലുള്ള അതേ ഒരു ലിവർ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് വൈപ്പറിൻ്റെയും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് കാണാം. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. അനലോഗ് ഡിജിറ്റൽ കോമ്പിനേഷനുള്ള ബ്ലൂ കളർ ബാക്ക് ലൈറ്റോട് കൂടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. അതിൽ നമുക്ക് ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, അതുപോലെ തന്നെ ഫ്യൂവൽ ഗേജ് കാണാം. പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ക്ലോക്ക്, ട്രിപ്പ് മീറ്റർ, അതുപോലെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അങ്ങനെ അത്യാവശ്യം വേണ്ട വാഹനത്തിനെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലൂടെ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. സെൻട്രൽ കൺസോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. ഒറ്റ സെറ്റായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയോ സിസ്റ്റം ഉണ്ട്. AC-യുടെ ഒരു വെന്റുകളുണ്ട്, AC നോബുകളുണ്ട്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. 2 സൈഡിലുമായിട്ടൊരു ഗ്രേ കളർ ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു തയ്ച്ചു വെച്ചതുപോലെ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ തോന്നിക്കുന്ന പോലെ ഒരു ലെതർ ഫീല് നൽകുന്ന പോലെ ഒരു ഡിസൈനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ചിങ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓഡിയോ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ബ്ലൂടൂത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ എടുക്കാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ സാധാരണ പോലെ ആ ഒരു USB ഓക്സിലറി ജാക്ക് എല്ലാം നമുക്ക് ഇവിടെ കാണാം. ശരിക്കും ബേസ് മോഡൽ ഹൈലെക്സിലും അതിൽ ഇതേ ഒരു ഓഡിയോ സിസ്റ്റം തന്നെയാണ് വരുന്നത്. ഹൈലെക്സ്, കൊറോള അങ്ങനത്തെ വാഹനങ്ങളെല്ലാം ഇതേ ഒരു ഓഡിയോ സിസ്റ്റം തന്നെയാണ്. ടൊയോട്ടയുടെ മിക്ക വാഹനങ്ങളും നമുക്കത് കാണാൻ സാധിക്കും. 2 വലിയ കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡർ എന്നല്ല, അത്യാവശ്യം ചെറിയൊരു ബോട്ടിൽ വരെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ സാധിക്കും. അതുപോലെ നല്ല ഭംഗിയിലുള്ള ഒരു ഗിയർ നോബ് ഉണ്ട്. മുകളിൽ കണ്ട ആ ഒരു ഗ്രേ കളർ നമുക്ക് ഈ ഒരു ഗിയർ നോബിലും കാണാം. പിന്നെ ഇവിടെ എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല പ്രീമിയം ഫീല് നമുക്ക് തോന്നിക്കുന്നുണ്ട്. നല്ല ഫിറ്റും ഫിനിഷുള്ള ഒരു സെൻട്രൽ കൺസോളാണ്. പിന്നെ ആ ഒരു ഗ്രേ കളർ ഫിനിഷ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വരെ ഈ ഭാഗത്ത് വരെ വരുന്നുണ്ട്. അതുപോലെ നമുക്കൊരു സാധാരണ രീതിയിലുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് ലിവർ കാണാം. ഇവിടെ ക്രോം ടിപ്പും കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. സാധാരണ രീതിയിലാണ്. ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈലെല്ലാം ഇവിടെ ഇട്ട് വയ്ക്കാം. അതുപോലെ ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഗ്ലോ ബോക്സ് കാണാം. അത്ര ചെറുതൊന്നും നമുക്ക് പറയാനേ പറ്റില്ല. അത്യാവശ്യം സ്ഥലമുള്ളൊരു ഗ്ലോ ബോക്സ് തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ ആയിട്ടൊരു AC വെന്റ് കാണാം. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സൺവൈസർ കാണാം. അതിൽ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മധ്യഭാഗത്തായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും ഒരു വാനിറ്റി മിററോട് കൂടിയിട്ടുള്ള ഒരു സൺവൈസർ കൊടുത്തിരിക്കുന്നു. ഗ്രാബ് ഹാൻഡിൽ കാണാം. ഇപ്പോൾ ഞാനുള്ളത് യാരിസിൻ്റെ റിയർ സീറ്റിലാണ്. നിങ്ങൾക്കിപ്പോൾ കാണാവുന്ന പോലെ തന്നെ അത്യാവശ്യം സ്ഥല സൗകര്യമുള്ളൊരു മോഡലാണ്. എനിക്ക് കാല് തട്ടാതെ തന്നെ ഈ റിയർ സീറ്റിൽ ഇരിക്കാൻ സാധിക്കും. മുൻഭാഗത്തെ സീറ്റിൽ കാല് തട്ടാതെ തന്നെ ഇരിക്കാൻ സാധിക്കും. അതേപോലെ ഹെഡ് റൂം ആണെങ്കിലും തിരക്കില്ലാത്ത രീതിയിലുണ്ട്. എനിക്ക് 6 അടി പൊക്കമുണ്ട്. എന്നിട്ട് എനിക്ക് തല മുട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാൻ സാധിക്കും. പിന്നെ പിൻഭാഗത്തെ സൗകര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC വെൻ്റ് ഇല്ല, ആംറസ്റ്റ് ഇല്ല, അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ഒരു പവർ സോക്കറ്റ് അല്ലെങ്കിൽ ഒരു ചാർജിങ് പോയിന്റ് പോലും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ആകെ പറയാനുള്ളത് ഐസോഫിക്സ് ചൈൽഡ് മൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിലുണ്ട്. 4 ഡോറിലും പവർ വിൻഡോ ഉണ്ട്. 2 സ്പീക്കർ ഉണ്ട്. അതല്ലാതെ കാര്യമായിട്ടുള്ള വേറെ ഫീച്ചേഴ്സ് ഒന്നും ഈ വാഹനത്തിൽ നൽകിയിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ ഫ്ലോർ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ്. ഒരു ചെറിയൊരു പൊക്കം പോലും നമുക്ക് മധ്യഭാഗത്തായിട്ട് കാണാനില്ല. ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സോസ്റ്റ് ടണൽ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറാണ്. അപ്പോൾ നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിന് ഒരുക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു യാരിസ് ഓടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. 105 bhp പവറും 141 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് നൽകുന്ന ഒരു മോഡലാണ്. അതുപോലെ ഇത് മെയ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു CVT ഗിയർ ബോക്സ് ആയിട്ടാണ്. ശരിക്കും നല്ല രസമാണ് ഈ വാഹനം കൊണ്ടു നടക്കാനായിട്ട്. സിറ്റിയിലൂടെ ആണെങ്കിലും ഹൈവേയിലൂടെ ആണെങ്കിലും നല്ല സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു മോഡലാണ്. നല്ല ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും നല്ല വിസിബിലിറ്റി ആണ്. എല്ലാ സൈഡും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അതുപോലെ ഈ ഒരു എഞ്ചിൻ്റെ ആ ഒരു പവർ ടോർക്ക് ഫിഗർ ഞാൻ പറഞ്ഞു, അത്യാവശ്യം പവർഫുൾ ആയിട്ടൊരു എഞ്ചിനാണ്. നല്ല മൈലേജ് ഉള്ള ഒരു എഞ്ചിനാണ്. ശരിക്കും യാരിസ് എന്ന് പറഞ്ഞാൽ മൈലേജിന് പേര് കേട്ട ഒരു മോഡലാണ്. 20 km/ലിറ്റർ ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഒരു മൈലേജ് എന്നുള്ളത്. ശരിക്കും നമുക്ക് ഏകദേശം റിയൽ റോഡ്
കണ്ടീഷനിൽ നമുക്ക് ശരിക്കും ഏകദേശം ഒരു 18 മുതൽ 19 അല്ലെങ്കിൽ ആ ഒരു 20 കിലോമീറ്റർ മൈലേജ് തന്നെ കിട്ടാൻ സാധ്യതയുള്ളൊരു മോഡലൂടെയാണ്. കാരണം പണ്ട് മുതലേ യാരിസിന്റെ പഴയ ജനറേഷൻ മുതൽ മൈലേജ് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ബൈക്കിന് പ്ലാറ്റിന പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ യാരിസ് എന്നുള്ളത്. ശരിക്കും എല്ലാവരും മൈലേജ് നോക്കുന്നവർ ഏറ്റവും കൂടുതൽ എടുക്കുന്ന വാഹനം തന്നെ യാരിസ് ആണ്. പിന്നെ അതിന്റെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. സ്പീഡ് കൂടുന്നതോറും അത്യാവശ്യം ടൈറ്റ് ആവുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സേഫ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. കോർണറിംഗ് ആണെങ്കിലും അങ്ങനെ നമുക്കൊരു കയ്യിൽ നിന്ന് പോകാത്ത രീതിയിലുള്ള ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് അത്ര വലിയ വെയിറ്റ് ഉള്ള വാഹനമൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാറ്റ് പിടിക്കാനും അതേപോലെ തന്നെ കോർണർ ചെയ്യുമ്പോൾ ഹൈ സ്പീഡിലാണെങ്കിൽ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെ പിന്നെ ഐസോഫിക്സ് ചൈൽഡ് മൗണ്ട്, TPMS, അങ്ങനെ കുറച്ച് വേണ്ട രീതിയിലുള്ള അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റ് കൺവീനിയൻറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ സിസ്റ്റം നൽകിയിട്ടുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, റിയറിൽ ഫോഗ് ലാമ്പ്, പാർക്കിംഗ് സെൻസർ, അത്രയൊക്കെ തന്നെ. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വാഹനത്തിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണോ ആ ഒരു രീതിയിലേക്കാണ് ഈ വാഹനത്തിനെ ടൊയോട്ട നിരത്തിലെത്തിച്ചിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഇതിന്റെ ഒരു NVH ലെവലിനെ കുറിച്ചിട്ടാണ്. ശരിക്കും ഇതൊരു ബഡ്ജറ്റ് കാർ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു NVH ലെവൽ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് യാരിസ്. ശരിക്കും പുറത്തുള്ള വലിയ ശബ്ദങ്ങളൊന്നും നമുക്ക് അകത്തേക്ക് വരുന്നില്ല എന്ന് വേണം പറയാൻ. ഇതൊരു സെഗ്മെന്റിൽ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു NVH ലെവലിലുള്ള ഒരു മോഡലാണ് ഈ ഒരു യാരിസ്. പിന്നെ വീണ്ടും സ്റ്റിയറിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള സ്റ്റിയറിംഗ് വീലാണ്. ഞാനത് ഇന്റീരിയർ കാണിച്ചപ്പോൾ പറയാൻ മറന്ന കാര്യമാണ്. സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിൽ അത്യാവശ്യം നല്ല യാത്രാസുഖമുള്ള ഒരു മോഡലാണ്. മുൻപിൽ മക്ഫേഴ്സൺ സ്ട്രട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിയിലും ഹൈവേയിലും എല്ലാം നമുക്ക് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ ഒരു സീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ശരിക്കും ഒരു സാധാരണ കുടുംബത്തിന് പറ്റിയ അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ പെട്ട ഒരു വാഹനം എന്ന നിലയിൽ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സും കൺവീനിയൻറ്റ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ യാത്രാ സുഖവും നല്ല അടിപൊളി മൈലേജും തരുന്ന ഒരു വാഹനമാണ് ഈ ഒരു ടൊയോട്ട യാരിസ് എന്നുള്ളത്. അതുപോലെ തന്നെ ആ ടൊയോട്ടയുടെ ആ ഒരു സർവീസും ആ ഒരു റീസെയിൽ വാല്യൂവും അതൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ അത്രയ്ക്കും ഡിമാൻഡുള്ളൊരു മോഡലാണ് GCC കൺട്രീസിൽ ഈ യാരിസ് എന്നുള്ളത്. കാര്യം ഇന്ത്യൻ വിപണിയിൽ ഈ വാഹനത്തിന് കാര്യമായിട്ടുള്ളൊരു വിൽപ്പന വിജയം നേടാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഇപ്പോഴും വളരെയധികം വിറ്റ് പോകുന്ന അല്ലെങ്കിൽ അത്രയും ഡിമാൻഡുള്ള ഒരു മോഡലാണ് യാരിസ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് കാർ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ണു അടച്ച് മേടിക്കാവുന്ന ഒരു മോഡലാണ് ഈ ടൊയോട്ട യാരിസ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷം വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.